ശിഷ്ടകാലം ഇഷ്ടകാലം ഭാഗം 2. രാവിലെ എഴുന്നേറ്റ് മിഷേൽ ആദ്യം നോക്കിയത് കാവൽക്കാരന്റെ റിവ്യൂ വന്നു എന്നാണ്. ഇല്ല എന്ന് കണ്ട് നല്ല വിഷമം തോന്നി. പിന്നെ പോകാനുള്ള ഒരുക്കങ്ങളുമായി സമയം കടന്നുപോയി. എങ്കിലും വിഷമം മാറിയില്ല. ഹലോ ആന്റി, എന്തു പറ്റി? മുഖത്തൊരു തെളിച്ചക്കുറവുണ്ടല്ലോ. ഒന്നുമില്ല എൻ്റെ ജോയിക്കുട്ടി, നിനക്ക് തോന്നുന്നതാണ്. അതല്ല, എന്തോ ഉണ്ട്. ഓക്കെ, പറയണ്ട. അത് കേട്ട് അവളൊന്ന് ചിരിച്ചു. പിന്നെ സ്വയം ചോദിച്ചു, ഒരു റിവ്യൂ ആണോ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേ അറിഞ്ഞു മേജർ ഹരിദേവിന് രാത്രി കോവിഡ് പോസിറ്റീവായി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഈശ്വരാ, എന്നാലിനി ഈ ഹോസ്പിറ്റൽ ഇളക്കി വെക്കും. ലിസി, ഞാൻ കോവിഡ് ഡ്യൂട്ടി എടുക്കാൻ തീരുമാനിച്ചു. എന്തെങ്കിലും പിഴവ് വന്നാൽ സാബ് പ്രശ്നം ഉണ്ടാക്കും. നീ എന്റെ മിഷ്ടി ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുപോണേ. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. അത് വേണോ മിഷി? എല്ലാം പറഞ്ഞേൽപ്പിച്ചാ പോരെ? നീ സാരയില്ലടി, ഇപ്പോ ആ വാർഡിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യരല്ലേ. ഞാനില്ലാതെ ശരിയാവില്ലടി. ഒരു തെരുവിളി കൂടി കേൾക്കാനുള്ള ബാല്യം ഇപ്പോ ഇല്ല. വാർഡിൽ ചെന്നപ്പോൾ കണ്ടു നല്ല അവശതയോടെ കിടക്കുന്ന സാബിനെ. ആദ്യമായാണ് അങ്ങനെ ഒരു മുഖം കാണുന്നത്. സാബ്, ഞാൻ മിഷേൽ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ, താനായിരുന്നോ? വയ്യടോ. ഇന്നലെ വൈകിട്ട് മുതൽ ചെറിയ പനിയുണ്ടായിരുന്നു. രാത്രി കുറച്ച് കൂടി. അങ്ങനെയാണ് ഇവിടെ വന്നത്. തനിക്കിവിടെയാണോ ജോലി? മുഖമൊന്നും കാണാൻ വയ്യാത്തത് കൊണ്ട് ആരാണ് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അതെ, ഇന്നു മുതൽ ഞാൻ ഇവിടെയാണ്. അത് നന്നായി. താൻ ഇവിടെ ഉള്ളത് ഒരാശ്വാസമാണ്. ഇനി എന്നെ പേടിച്ചാണോ ഈ കോവിഡ് ഡ്യൂട്ടി? അങ്ങനെ ഒന്നുമില്ല സാബ്, എവിടെ ആയാലും ഡ്യൂട്ടി അല്ലേ. ഹരിയുടെ എല്ലാ ആവശ്യങ്ങളും മിഷേൽ അറിഞ്ഞു തന്നെ ചെയ്തു കൊടുത്തു. അങ്ങനെ കോവിഡ് വാർഡിൽ 3 ദിവസം കഴിഞ്ഞപ്പോൾ മിഷേലിനും ചെറിയൊരു പനി പോലെ തോന്നി. ഈശ്വരാ, ചതിച്ചോ? എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അന്ന് രാത്രി മിഷേലിന് നല്ല ശ്വാസ തടസ്സം തോന്നി. ക്യാമ്പിലായിരുന്നത് കൊണ്ട് അവിടെ നിന്നും അവളെയും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു. എന്താടോ മിഷേലെ, മദർ തെരേസ ആകാൻ പോയി തനിക്കും കിട്ടിയോ കോവിഡ്? ഒരു ചെറിയ ചിരിയോടെ ഹരി ചോദിച്ചു. അതിനവൾ തളർച്ചയിൽ കുതിർന്ന ചിരിയിൽ ഒരു മറുപടി ഒതുക്കി. സാരയില്ല, എനിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ ആളായല്ലോ. തനിക്ക് രുചിയുണ്ടോ മിഷേലെ? ഇല്ല, രുചിയും മണവും ഒന്നുമില്ല. തന്റെ മുഖം കണ്ട് സംസാരിക്കാന്നുള്ളത് തന്നെ ഒരാശ്വാസാണേ. അല്ലെങ്കിൽ എല്ലാരും ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് വല്ലാത്ത ഫീലാണ്. എത്രയെന്ന് പറഞ്ഞാണ് ഫോണിൽ നോക്കുന്നത്. അപ്പോ സാബ് കാരണമാണ് ഞാൻ പോസിറ്റീവ് ആയതല്ലേ? സംശയമുണ്ടോ? ഞാനിവിടെ കിടന്ന് പ്രാർത്ഥിച്ചു ആരേലും അറിയാവുന്നവര് വരണേന്ന്. ഒറ്റയ്ക്ക് നല്ല ബോറാണടോ. തന്റെ ഓക്സിജൻ ലെവല് ശരിയാണോ? ഇപ്പൊ കുഴപ്പമില്ല, നേരത്തെ ഒന്ന് താഴ്ന്നു പോയിരുന്നു. പേടിക്കാൻ ഒന്നുമില്ല കേട്ടോ, ഇതൊക്കെ പെട്ടെന്ന് മാറും. ബോഡി പെയിൻ ഉണ്ടല്ലേ? ഞാൻ ശല്യം ചെയ്യുന്നില്ല, കുറച്ചു നേരം റെസ്റ്റ് എടുത്തോ. അത് കേട്ട് ഒന്ന് പുഞ്ചിരിച്ച് മിഷേൽ കണ്ണടച്ചു. ഓക്സിജൻ സിലിണ്ടർ കുറവായത് കാരണം അവളെ ഹരിയുടെ അടുത്തുള്ള ബെഡിലാണ് കിടത്തിയത്. കുറെ നേരം ഒന്ന് ഉറങ്ങി. ഉറങ്ങുമ്പോൾ കുഴപ്പമില്ലാതിരുന്നതുകൊണ്ട് ഓക്സിജൻ മാസ്ക് മാറ്റിയാണ് ഉറങ്ങിയത്. ശ്വാസമെടുക്കാൻ നല്ല പ്രയാസം തോന്നിയപ്പോഴാണ് അവൾ കണ്ണു തുറന്നത്. അടുത്തു വെച്ചിരിക്കുന്ന ഓക്സിജൻ മാസ്ക് എടുക്കാൻ പോലും വയ്യാത്ത പോലെ അവൾ അവശയായിരുന്നു. മരണത്തെ മുന്നിൽ കണ്ടതുപോലെ. 1-2 പ്രാവശ്യം ബെല്ലടിച്ചെങ്കിലും ആരും വന്നില്ല. എല്ലാവരും ഇവിടെ ബിസിയാണല്ലോ. അവളുടെ ശ്വാസമെടുക്കാനുള്ള പാടാണ് ഹരി കണ്ടത്. മിഷേൽ, എന്തുപറ്റി? എന്താ? ശ്വാസം എടുക്കാൻ വയ്യ. ഓക്സിജൻ. അവ്യക്തമായി അവൾ പറയുന്നത് മനസ്സിലായില്ല എങ്കിലും കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരും അവളുടെ മുഖഭാവവും കണ്ട് അവന് മനസ്സിലായി. ഹരി സ്വന്തം ക്ഷീണം മറന്ന് പെട്ടെന്ന് ഓക്സിജൻ മാസ്ക് എടുത്ത് മുഖത്ത് വെച്ചു കൊടുത്തു. കൂടെ സിസ്റ്ററിനെയും വിളിച്ചു. അവരെല്ലാം ഓടിയെത്തുമ്പോഴേക്കും അവളുടെ ബോധം മറിഞ്ഞിരുന്നു. പെട്ടെന്നുള്ള ഡോക്ടറിന്റെ ഇടപെടൽ കൊണ്ട് അവള് വീണ്ടും നോർമലായി. അതിനും അവൻ കുറെ അവരെ വഴക്കു പറഞ്ഞു. നിങ്ങളുടെ തന്നെ ഡിപ്പാർട്ട്മെന്റിലുള്ളവരോട് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് എന്ന വഴക്കും അവർക്ക് കിട്ടി. മിഷേൽ, താൻ വന്ന നേരം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. താൻ ആരെയോ ഫോൺ വിളിക്കാൻ ശ്രമിക്കുന്നു. എന്തുപറ്റി? കോള് കണക്റ്റ് ആകുന്നില്ലേ? ഇല്ല സാബ്, ഞാൻ എന്റെ മോളെ ഒന്ന് വിളിക്കാൻ ശ്രമിക്കുകയാണ്. അവളുടെ ശബ്ദമെങ്കിലും ഒന്ന് കേട്ടിട്ട് എനിക്ക് കണ്ണടയ്ക്കണം. അയ്യേ, അതിന് താൻ മരിക്കാൻ പോകുന്നു എന്ന് ആര് പറഞ്ഞു? അറിയില്ല സാബ്, അതും നടക്കാം.
എൻ്റെ ഓക്സിജൻ ലെവല് താണുകൊണ്ടിരിക്കുകയാണ്. പേടിക്കാതെ, തന്നെ അത്ര പെട്ടെന്നൊന്നും വിടില്ല. ഇവിടെ ഞങ്ങൾക്കെല്ലാം തന്നെ വേണം. എന്നെ കണ്ടോ, ഞാനിപ്പോ ഓക്കെ അല്ലേ? അതിനും ഒരു വരണ്ട ചിരിയായിരുന്നു മറുപടി. കോള് പോകുന്നില്ലേ? എവിടെയാണ് മകള്? കേരളത്തിലുണ്ട്. ഫോൺ എടുക്കുന്നില്ല. എന്താ, വഴക്കാണോ തന്നോട്? ഇല്ല, അവള് അങ്ങനെ വിളിക്കാറില്ല. ഓക്കെ, ബിസി ആയിരിക്കും. നമുക്ക് വീണ്ടും ശ്രമിക്കാം മിഷേൽ. താൻ ഇങ്ങനെ ഹോപ്പ് പോയ പോലെ സംസാരിക്കാതെ. ഞാൻ മരിച്ചു പോയാൽ അവളോട് പറയണം ഞാൻ അവളെ ഒത്തിരി സ്നേഹിക്കുന്നു, പിന്നെ അവളെ മിസ് ചെയ്തു. മിഷേൽ, താൻ എന്തൊക്കെയാണ് പറയുന്നത്? തനിക്കൊന്നും സംഭവിക്കില്ല. എനിക്ക് അവള് മാത്രമേ ഉള്ളൂ. അവളുടെ ശബ്ദമെങ്കിലും എനിക്കൊന്ന് കേൾക്കണം. കരയുന്ന അവളെ കണ്ട് അവനും വിഷമം തോന്നി. പെട്ടെന്ന് വന്ന് അവളുടെ ബെഡിലിരുന്ന് അവളുടെ ഡ്രിപ്പിട്ട കയ്യിൽ പിടിച്ച് അവൻ പറഞ്ഞു, റിലാക്സ്. തനിക്ക് കരയാൻ പാടില്ലടോ. ഞാൻ വിളിക്കാം മോളെ. റിലാക്സ്. അവളെ ദയനീയമായി അവൻ നോക്കി. അവളുടെ വിഷമം കണ്ട് അവന്റെ വേദനകൾ പോലും ഹരി മറന്നു. സാബ്, അവള് ഫോൺ എടുക്കില്ല. എനിക്കറിയാം. എന്നെ അവൾക്ക് ഇഷ്ടമല്ല. ഞാൻ മരിച്ചു പോവും. സാരയില്ല, താൻ ഒന്ന് അടങ്ങൂ. വീണ്ടും കരയുന്ന അവളെ അവൻ ദേഷിച്ചു നോക്കി. സ്റ്റോപ്പ് ഇറ്റ്. എന്താ തനിക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? തന്നെ വേണ്ടാത്ത മാളെ തനിക്കെന്തിനാണ്? ഇനി കരഞ്ഞാൽ ഞാൻ നല്ല പെട തരും. അവന്റെ മുറുകിയ ശബ്ദം കേട്ടാണ് മിഷേൽ ഒന്ന് ബോധത്തിലേക്ക് വന്നത്. പനിയുടെ ചൂടിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്നും അവൾക്ക് മനസ്സിലായത്. വിഷമത്തോടെ കണ്ണടയ്ക്കുമ്പോൾ ഹരി ബെഡിലിരുന്ന് അവളുടെ ഫോൺ കയ്യിലെടുത്തിരുന്നു. വീണ്ടും മിലിസയുടെ ഫോൺ ഹരി ട്രൈ ചെയ്തുവെങ്കിലും അവിടുന്ന് മറുപടിയൊന്നും കിട്ടാതെ കോൾ കട്ടായി. എടുക്കുന്നില്ല അല്ലേ സാബ്? ഇല്ല മിഷേൽ, ബിസി ആയിരിക്കും. അത് കേട്ട് അവളൊന്ന് ചിരിച്ചു. ഇതേസമയം ലിസിയും ജൂഹിയും കൂടി ആഹാരവുമായി ബ്രിയാന്റെ ഫ്ളാറ്റിലേക്ക് പോവുകയായിരുന്നു. സാബിന് കൊറോണ പോസിറ്റീവ് ആയപ്പോൾ മുതൽ ക്വാറന്റൈനിലിരിക്കുകയാണ് ചെക്കൻ. ഹലോ ബ്രിയാൻ. ഹലോ, പറയൂ ആന്റി. വാതിലില് ഫുഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആന്റി, താങ്ക്സ്. രാത്രിക്ക് എന്താ വേണ്ടത്? റൊട്ടി വേണോ അതോ ചോറോ? എന്തായാലും കുഴപ്പമില്ല ആന്റി. ശരി, എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. മോള് കൊണ്ടുതരും കേട്ടോ. അയ്യോ വേണ്ട ആന്റി, ജൂഹിക്ക് ബുദ്ധിമുട്ടാകും. അതൊന്നും ഓർക്കണ്ട. ഇതുവരെ പ്രയാസമൊന്നുമില്ലല്ലോ. ഇല്ല ആന്റി. അവരുടെ സംസാരം കേട്ട ജൂഹിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. രാത്രി ആഹാരവുമായി പോകുമ്പോൾ ജൂഹിക്ക് സന്തോഷം തോന്നിയെങ്കിലും ബ്രിയാൻ പോസിറ്റീവ് ആകുമോ എന്ന ഭയം ഉണ്ടായിരുന്നു. ഫോണിൽ അവന്റെ നമ്പറിൽ വിളിച്ചു. ഹലോ, ഞാൻ ജൂഹി. പറയൂ ജൂഹി. മയമില്ലാത്ത ശബ്ദത്തിൽ അവൻ പറഞ്ഞു. ഫുഡ് വെച്ചിട്ടുണ്ട്. അവളും അതുപോലെ തന്നെ പറഞ്ഞു. അല്ല പിന്നെ. താങ്ക്സ്. പനിയുണ്ടോ? ആർക്ക്? അത് ബ്രിയാന്. ഇല്ല, എന്നെ വീട്ടില് കിട്ടുമെന്നാ വിളിക്കുന്നത്. താനും വേണേ അങ്ങനെ വിളിച്ചോ. കിട്ടൂന്നോ? അയ്യേ, വേണ്ടെങ്കി വേണ്ട. അങ്ങനെയല്ല, ഞാൻ കിട്ടുചായാന്ന് വിളിക്കാം. തന്റെ ഇഷ്ടം. അപ്പോ എന്റെ ഇഷ്ടം എല്ലാം സമ്മതമാണോ? തന്റെ എന്തിഷ്ടം? അവനും കുറുമ്പോടെ ചോദിച്ചു. അത് പിന്നെ എനിക്കിഷ്ടാണെന്നറിയാലോ. ആരെ? ദേ കരടി, വെറുതെ. എന്താ? ഒന്നുമില്ല. ഒത്തിരി ജാട വേണ്ട കേട്ടോ. പിന്നെ എനിക്കൊന്ന് കാണണം. എന്തിന്? പറഞ്ഞാലേ അറിയോ. ദേ വെറുതെ നമ്പർ ഇടരുതേ പാണ്ടി. അത് വേണ്ട ജൂഹി, റിസ്ക് എടുക്കണ്ട. എനിക്കും കാണാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. സത്യം? അപ്പോ പാണ്ടിക്കോ എന്നോട്? പോവെണ്ണേ, വീട്ടിൽ പോവാൻ നോക്ക്. അവിടെ നിന്ന് തുള്ളാതെ. മനുഷ്യനിവിടെ ആകെ ടെൻഷനും പിടിച്ചിരിക്കുക. പ്ലീസ് ഒന്ന് പുറത്തേക്ക് വാ, എനിക്ക് കാണാതെ വയ്യ. അവളും കൊഞ്ചി പറഞ്ഞു. അവന്റെ മനസ്സിൽ അതൊരു കുളിർമഴയായെങ്കിലും. ടെസ്റ്റ് കഴിഞ്ഞ് കാണാൻ ജൂഹി, ഇപ്പൊ റിസ്ക് ആണ്. അതൊന്നും സാരമില്ല. പ്ലീസ് എനിക്ക് കാണണം. ശരി, ഞാൻ ബാൽക്കണിയിൽ വരാം. താൻ താഴേക്ക് പോരെ. എപ്പോ എത്തിയെന്ന് ചോദിച്ചാൽ മതി. അതും പറഞ്ഞ് അവൾ താഴേക്കോടി. അവൻ ബാൽക്കണിയിൽ വന്ന് കൈ ഉയർത്തി കാണിച്ചപ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു. ആ ഇരുട്ടിലും അവളുടെ മുഖത്തെ നീർമുത്തുകൾ അവൻ കണ്ടു. അവളുടെ ഫോൺ വീണ്ടും റിങ് ചെയ്തു. ഹലോ. അതെ, ഇങ്ങനെ കണ്ണ് നിറയ്ക്കാനാണെങ്കിൽ ഇനി ഞാൻ കാണാൻ വരില്ല. താൻ പുലിയല്ലേടോ? പിന്നെ എന്തിനാ ഇങ്ങനെ കരയുന്നത്? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ.
ഞാനെങ്ങും കരഞ്ഞില്ല. തന്നെ നോക്കി കരയാൻ എനിക്കെന്താ വട്ടാണോ? ഇല്ലേ? ചെറുതായിട്ട്. ഒരു കാര്യം ചോദിക്കട്ടെ കിട്ടിച്ചായ? ചോദിച്ചോ. അത് എന്നെ ഇഷ്ടാണോ? എന്ത് തോന്നുന്നു? അറിയില്ല, അതുകൊണ്ടല്ലേ ചോദിച്ചത്. അറിയില്ലെങ്കിൽ ഫോൺ വെച്ചിട്ട് പോടി. പെട്ടെന്നാണ് അവന്റെ ശബ്ദം മാറിയത്. താൻ പോടോ പാണ്ടി. ഡീ. അവള് ചിരിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. പിന്നെ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. കൊറോണ കാലത്തെ ഒരു പ്രണയം പൂവണിഞ്ഞ സുഗന്ധം അവിടെ പരന്നു. കാലങ്ങളായി അടക്കിവെച്ച ബ്രയാന്റെ പ്രണയം കൊറോണ എന്ന ഭയത്തിൽ പുറത്തു വന്നതാണെന്ന് അവനറിയാം. റൂമിൽ കയറി കതകടച്ച ജൂഹി ബെഡിന് മുകളിൽ നിന്നും താഴേക്ക് ചാടി. ശബ്ദം കേട്ട് ഭയന്ന് ടോമിച്ചൻ ഓടി വന്നു. മോളെ, എന്താ? എന്തു പറ്റി? നീ വീണോ? ഇല്ല പപ്പാ, ഒന്നുമില്ല, അവളും വിളിച്ചു പറഞ്ഞു. പിന്നെ പതിയെ പറഞ്ഞു, വീണു പപ്പാ, മൂക്കും കുത്തി വീണു. ഞാനല്ല, ആ കിട്ടു. എന്ത് പേരാണ് കിട്ടു. ഷോ, ആന്റിയോട് പറയേണ്ട സമയമാണിത്. എങ്ങനെ പറയും? പാവം വയ്യാതെ കിടക്കുന്നതായിരിക്കും. 2 ദിവസം കഴിയട്ടെ. പെട്ടെന്നാണ് അവളുടെ ഫോണിന്റെ മെസ്സേജ് ടോൺ കേട്ടത്. ജൂഹി ഫോൺ എടുത്തു നോക്കി. ഡീ, കോംപ്രമൈസ് എന്റെയും നിന്റെയും ഹൃദയങ്ങൾ തമ്മിൽ മാത്രമാണ്, അല്ലാതെ എന്റെ ബുള്ളറ്റുമായിട്ടല്ല. അതുകൊണ്ട് അതിൽ തൊട്ടുപോകരുത്. അത് കണ്ട് അവൾക്ക് ചിരി വന്നു. കിട്ടൂ മോനെ, താനും തന്റെ ഒരു ഹൃദയവും. താൻ ആ ബുള്ളറ്റിലേക്കുള്ള വഴി മാത്രമാണ് കേട്ടോ, അല്ലാതെ തന്നെ ആർക്ക് വേണം? ഡീ, നിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പുറത്തിറങ്ങിയ പിന്നെ നിന്റെ... പോടാ പാണ്ടിക്കരടി. ഡീ, കുറച്ചെങ്കിലും റെസ്പെക്റ്റ് താവണ്ണേ. ഒന്നുമില്ലെങ്കിലും ഞാനൊരു ഭാരത ജവാനല്ലേ. ഓ പിന്നെ, താൻ എന്റെ പാണ്ടി തന്നെ. ഇത്ര നാൾ എന്നെ കുരങ്ങ് കളിപ്പിച്ചില്ലേ, അതിന് നീ കുരങ്ങാണല്ലോ. പോടാ പാണ്ടി. ബോറായി ജൂഹി, ഇനിയും വയ്യ എങ്ങനെ ഇരിക്കാൻ. ഒറ്റയ്ക്ക് ശരിക്കും പ്രയാസമാണ്. സാരയില്ല, നാളെ കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാലോ. ബോറാകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, നമുക്ക് സംസാരിച്ച സമയം കളയാം. ആഗ്രഹമുണ്ട്, എങ്കിലും അത് വേണ്ട. ശരി, താൻ പഠിച്ചോ, ഞാൻ ശല്യം ചെയ്യുന്നില്ല. ഓ, ഈ ശല്യമൊന്നും കുഴപ്പമില്ലെന്നേ, ഞാൻ സഹിച്ചോളാം. വച്ചിട്ട് പോയി പഠിക്കടി. ഞാൻ പോയി. അതും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഉടനെ ഒന്നും പെണ്ണിന് പിടികൊടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പിന്നെ എന്നെ കാണാതാകുമ്പോഴുള്ള വിഷമം അറിയാവുന്നത് കൊണ്ടാണ്. പിന്നെ ഒരു പേടിയും. കൊറോണ ആണെങ്കിൽ എന്തും സംഭവിക്കാം. ഷോ, ഇങ്ങനെയുണ്ടോ ഒരു പാണ്ടിപ്പട്ടാളം? ഒന്ന് റൊമാൻറ്റിക് ആകാമെന്ന് വിചാരിച്ചപ്പോൾ ആണ്. എന്നാലും പാണ്ടി എന്ത് കൂളായാണ് സമ്മതിച്ചത്. പണ്ടേ സ്നേഹത്തിലായിരുന്ന പോലെയാണ് സംസാരിച്ചതും. കള്ളൻ. ഇനി ഞാൻ കാണിച്ചു തരാം മോനെ, നിന്റെ ജീവിതം കോഞ്ഞാട്ടയായി എന്റെ കിട്ടുമോനെ. കുറെ നേരമായി മെലിസ ഫോൺ എടുക്കുന്നില്ല എന്ന് കണ്ട് ഹരി നല്ല ദേഷ്യത്തിലായി. മിഷേൽ, തന്റെ മരുമകന്റെ നമ്പറില്ലേ? ഉണ്ട് സാബ്, പക്ഷേ അവനെ വിളിക്കുന്നത് അവൾക്കിഷ്ടമല്ല. അവളുടെ ഇഷ്ടം ആര് ചോദിച്ചു? എന്താ അവന്റെ പേര്? അത് വേണോ സാബ്? വേണ്ട സാബ്, എനിക്ക് കുഴപ്പമില്ല. അവള് ഫ്രീ ആയി കഴിഞ്ഞ് തിരിച്ചു വിളിക്കട്ടെ. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. താൻ പേര് പറ, അധികം സംസാരിക്കാൻ നോക്കണ്ട. തനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാൻ അല്ലേ? സാരയില്ല, അവൻ ജെറിൻ. ഓക്കെ. ഹരി ഫോണിൽ ജെറിയുടെ നമ്പർ എടുത്ത് ഡയൽ ചെയ്തു. ഹലോ മമ്മി. ജെറിൻ, ഞാൻ ഹരി, മമ്മിയുടെ കൊളീഗാണ്. മെലീസ ഉണ്ടോ? എന്താ, എന്തു പറ്റി മമ്മിക്ക്? ഞാൻ മെലിക്ക് കൊടുക്കാം. ഹേയ്, ഒന്നുമില്ല. കുറെ നേരമായി വിളിക്കുന്നു, പക്ഷേ ഫോൺ എടുക്കുന്നില്ല മെലിസ. മമ്മി കൊറോണ പോസിറ്റീവാണ്, ഇപ്പോൾ ഹോസ്പിറ്റലിലും. എൻ്റെ മാതാവേ, കുഴപ്പമൊന്നുമില്ലല്ലോ അങ്കിൾ? സോറി, അങ്ങനെ വിളിക്കാമല്ലോ അല്ലേ? ഓ യെസ്, ഓക്സിജൻ ലെവല് കുറച്ച് കുറഞ്ഞു, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഡോൺ വറി. മിലി, മമ്മിയുടെ ഫോൺ. നിന്റെ ഫോൺ എവിടെ? ദാ സംസാരിക്ക്. ഹരി ഫോണിൽ കൂടി കേട്ട സംഭാഷണത്തിൽ നിന്നും അവൾ അടുത്ത് തന്നെ ഉണ്ട് എന്ന് മനസ്സിലായി. ഹലോ ഹലോ മെലിസ, കുട്ടിയുടെ ഫോൺ എവിടെ? കുറെ നേരമായി വിളിക്കുന്നു. എന്റെ ഫോൺ എവിടെയാ? തനിക്കെന്താ? അതെ, നിങ്ങളാരാണ്? ഞാൻ നിന്റെ അമ്മായി അച്ഛൻ. അഹങ്കാരി. പെറ്റതള്ള ഫോൺ വിളിച്ചാൽ നിനക്ക് എടുക്കാൻ സമയമില്ല അല്ലടി? നീ ആരാണെന്ന നിന്റെ വിചാരം? ഞാൻ കൊടുക്കാം നിന്റെ മമ്മിക്ക്. ഹരി മിഷേലിന്റെ നേരെ ഫോൺ നീട്ടി. നിറകണ്ണുകളോടെ അവൾ ഫോൺ വാങ്ങി. മോളെ,
ആരാ മമ്മി അത്? അയാൾ എന്തിനാണ് എന്നോട് ദേഷ്യം കാണിക്കുന്നത്? മോളെ, മമ്മിക്ക് വയ്യടി, കൊറോണയാണ്. നീ അവൻ്റെ കൂടെ ഒന്ന് വീഡിയോ കോളിൽ വരുമോ? മമ്മിക്കൊന്ന് കാണാനാണ്. ഇനിയും കാണാൻ സാധിച്ചില്ലെങ്കിലോ? പ്ലീസ് മോളെ. ശ്വാസം എടുത്തെടുത്താണ് അവൾ പറഞ്ഞത്. വരാം. ഹരി മിഷേലിനെ അതിശയത്തിൽ നോക്കിയിരുന്നു. മമ്മി, എന്ത് പറ്റിയത്? അയ്യോ, എന്താ ഇത്? ഓക്സിജനൊക്കെ? വയ്യ മോനെ, കൊറോണയാണ്. നിങ്ങളെ കാണാൻ ഒരു കൊതി. ബിസിനസ്സൊക്കെ നന്നായി പോകുന്നോ? അതെ മമ്മി. മമ്മി, ഞങ്ങൾ വരാം. ഒറ്റയ്ക്ക് എങ്ങനെയാണ്? അയ്യോ, വേണ്ട വേണ്ട, ഞങ്ങളിപ്പോൾ വരാനൊന്നും പറ്റില്ല മമ്മി. കൊറോണയല്ലേ, പകരും. മിലി ഇടയ്ക്ക് കയറി പറഞ്ഞു. വേണ്ട മോളെ, ആരും വരണ്ട. എനിക്ക് കുഴപ്പമൊന്നുമില്ല. മോനെ, ഞാനില്ലെങ്കിലും അവളെ നോക്കണേ. കുറച്ച് എടുത്തുചാട്ടമുണ്ടെങ്കിലും ആള് പാവമാണ്. മമ്മി ഒന്നും ഓർത്ത് പേടിക്കണ്ട. പെട്ടെന്ന് സുഖമാവാൻ നോക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ വരാം. ശരി മോനെ. അതാരായിരുന്നു മമ്മി? മിലി വീണ്ടും ചോദിച്ചു. മിഷേൽ അതിന് മറുപടി പറഞ്ഞില്ല. മോളെ, മമ്മി വിളിച്ച ഫോൺ എടുക്കണം. എന്റെ ഫോൺ സൈലന്റ് ആയിരുന്നു. ജെറിൻ അതിശയം നിറഞ്ഞ കണ്ണോടെ അവളെ നോക്കുന്നത് മിഷേൽ കണ്ടു. ശരി മോളെ, മമ്മി പിന്നെ വിളിക്കാം. മമ്മി, എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം. വിളിക്കാം മോനെ. ബൈ ബൈ. ഫോൺ കട്ട് ചെയ്ത് മിഷേലിനെ ഹരി ദയനീയമായി നോക്കി. ഇതാകും അമ്മ ഭൂമിയോളം ക്ഷമിക്കുമെന്ന് പറയുന്നത്. താങ്ക്സ് സാബ്. മറ്റൊന്നും തോന്നരുത്. അവള് കുറച്ച് ദേഷ്യക്കാരിയാണ്. അവനങ്ങനെയല്ല, നല്ല സ്നേഹമുള്ള പയ്യനാണ്. അപ്പോ മിഷേലിനറിയാം മോൾക്ക് സ്നേഹമില്ലാന്ന്. അയ്യോ, അങ്ങനല്ല. അവള് സ്നേഹമുള്ള കുട്ടിയാണ്. താൻ റെസ്റ്റ് എടുത്തോ. ഈ സ്ട്രോങ് മിഷേൽ ഇത്രയേ ഉള്ളൂന്ന് ഞാൻ അറിഞ്ഞില്ല. ബന്ധങ്ങൾ ബന്ധനങ്ങളാണല്ലേ മിഷേൽ? അത് കേട്ട് അവളുടെ മുഖം ദയനീയമായി. അടുത്ത 2 ദിവസം കൂടി മിഷേലിന് അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നുവെങ്കിലും പതിയെ പതിയെ അവളും നോർമലായി വന്നു. കൂടെ ഹരിയുടെയും മിഷേലിന്റെ ഇടയിൽ ഒരു നല്ല സൗഹൃദവും ഉടലെടുത്തു. അവർ കുറേയേറെ പരസ്പരം സംസാരിച്ചു. ഹരി ഒരു പാവമാണെന്നറിഞ്ഞ് മിഷേലിനും സന്തോഷം തോന്നി. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ അനുഭവങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും എല്ലാം പറഞ്ഞു. അതെ മിഷേലോച്ചേ, നാളെ ഞാനങ്ങ് പോവും. ഷോ, പിന്നെ ഞാൻ ഒറ്റയ്ക്കാകും. എന്താ, കൂട്ടോളൊന്നും തോന്നുന്നുണ്ടോ? ഞാൻ റെഡിയാണ് കേട്ടോ. എന്ത്? അതിശയം നിറഞ്ഞ കണ്ണോടെ അവള് നോക്കി. ഡോ, തനിക്ക് ഡിസ്ചാർജ് ആകും വരെ വേണേ ഞാൻ നിക്കാന്ന്. അതൊന്നും വേണ്ട. വേണ്ടെങ്കി വേണ്ട. തന്റെ നമ്പർ തന്നേരെ, ഞാൻ വിളിക്കാം. സാബുള്ളത് ഒരാശ്വാസമായിരുന്നു. മരണം മുന്നിൽ നിൽക്കുമ്പോഴും ചിരിച്ചാശ്വസിപ്പിക്കാനുള്ള കഴിവ്. ഒത്തിരി നന്ദിയുണ്ട് സാബ്. ഈ മനുഷ്യജീവിതത്തില് ഇതൊക്കെയല്ലേ ഉള്ളടോ. സഹജീവിയോടുള്ള സ്നേഹമാണ് അവനെ മനുഷ്യനെന്ന് വിളിക്കാനുള്ള മനുഷ്യന്റെ മിനിമം യോഗ്യത. തന്നോട് സംസാരിച്ച് ഞാനും സമയം പോയതറിഞ്ഞില്ല. അതൊക്കെ പോട്ടെ, വിരോധമില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ സാബ്? താനിങ്ങനെ തന്നിലേക്ക് തന്നെ ഒതുങ്ങരുത്. മകളോടുള്ള സ്നേഹമാണെന്നറിയാം, പക്ഷേ അത് സ്വന്തം ജീവിതം നശിക്കാനുള്ള കാരണമാകരുത്. അങ്ങനെയൊന്നുമില്ല. ഞാൻ അവളുടെ ജീവിതത്തിൽ അധികപ്പറ്റാണെന്നറിഞ്ഞത് പിന്നെ ശല്യത്തിന് പോയിട്ടില്ല. പക്ഷേ മരണം അടുത്ത് വന്നപ്പോ ഒന്ന് പതറി. ആകെയുള്ള മകളല്ലേ, അതാകും. എനിക്ക് മരിക്കാൻ ഭയമില്ല. കാരണം എന്റെ ഇച്ഛായനുണ്ട് അവിടെ. പക്ഷേ പോകും മുമ്പ് എന്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? ഇച്ഛായൻ എന്നോട് ചോദിക്കും മോളുടെ കാര്യം. ഞാൻ എന്ത് പറയും? കൊച്ചു കുട്ടികളെ പോലെ അവൾ പറയുന്നത് ഹരി കേട്ടിരുന്നു. പിന്നെ ഇന്നലെ മുഖത്ത് പെട്ടെന്നൊരു സന്തോഷം കണ്ടല്ലോ, എന്തായിരുന്നു? അതോ, അത് ഞാൻ കുറേ ദിവസമായി പ്രതീക്ഷിക്കുന്ന ഒരു മെസ്സേജ് വന്നു, അതാണ്. എന്താ, വല്ല അഫെയറും ആണോടോ? കളിയാക്കിയതാണല്ലേ? ഈ പ്രായത്തിലാണോ? പ്രായത്തെ പഴിക്കണ്ട, അതൊക്കെ എപ്പോൾ വേണേലും നടക്കാം. എന്നിട്ട് സാബ് ഇപ്പോഴും ഒറ്റയ്ക്കാണല്ലോ. സാബ് എന്താ വിവാഹം കഴിക്കാതിരുന്നത്? ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. വിരോധമില്ലെങ്കിൽ പറഞ്ഞാൽ മതി. എന്ത് വിരോധം മിഷേലേ? താനിപ്പോ എന്റെ നല്ലൊരു കൂട്ടുകാരിയല്ലേ. അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കഥ ഒന്നുമില്ല ഇതിന്റെ പിറകില്. പിന്നെ ജീവിത പ്രാരാബ്ദങ്ങൾ ഉണ്ടായിരുന്നു, അത് കാരണം ജീവിക്കാൻ മറന്നു. പിന്നെ എല്ലാം കഴിഞ്ഞ് ഓർമ്മ വന്നപ്പോ സമയം കഴിഞ്ഞു എന്ന് തോന്നി. അതുമല്ല, മനസ്സിന് ഇഷ്ടപ്പെട്ട ആരെയും പിന്നെ കണ്ടില്ല. അപ്പോ അമ്മാവന്റെ മകളെ?
ഓ അതോ, അതൊക്കെ പഴയ കഥകളല്ലേടോ. പിന്നെ വിവാഹം കഴിച്ചില്ല എന്ന വിഷമമൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഹാപ്പിയാണ്. എൻ്റെ ജോലിയിൽ ഞാൻ സന്തോഷവാനാണ്. എൻ്റെ മുഴുവൻ മനസ്സും ഇപ്പോൾ അവിടെയാണ്. അതെന്നെ തെറി വിളിച്ചാന്ന് മനസ്സിലായി. അത് കേട്ട് അവൻ പൊട്ടിച്ചിരിച്ചു. അപ്പോഴാണ് ഹരിക്ക് ഫോൺ വന്നത്. സംസാരിച്ചു കഴിഞ്ഞ് ഹരി പറഞ്ഞു, താൻ അറിഞ്ഞു കാണുമല്ലോ, കിട്ടു തൻ്റെ കാന്താരിയുടെ മുന്നിൽ മുട്ടുകുത്തി. കിട്ടു? അതാര്? ഓ സോറി, ബ്രിയാൻ. ആണോ? ഇല്ല, ഞാൻ അറിഞ്ഞില്ല. എപ്പോ? എങ്ങനെ? പതുക്കെ പതുക്കെ, താൻ ഇത്ര എക്സൈറ്റഡ് ആകാതെ. ഓ സോറി, അവള് കുറെ നാളായി അവന്റെ പുറകെ ആയിരുന്നു. ചെക്കൻ ഒഴിഞ്ഞു നടക്കുമായിരുന്നു. അവന് അവളെ കാണുന്നത് തന്നെ ദേഷ്യമായിരുന്നല്ലോ. പിന്നെ ഇപ്പൊ എങ്ങനെ? ആർക്ക്? കിട്ടുവിനോ? അവന് പണ്ടേ അവളെന്ന് പറഞ്ഞ ഭ്രാന്താണ്. റൂമിൽ അവളുടെ ഫോട്ടോ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. അവൾ അറിയാതെ എടുത്തതാണെല്ലാം. ആണോ? എന്നിട്ടാണോ എപ്പോഴും അടിയുണ്ടാക്കിയത്? അതൊക്കെ അവന്റെ നമ്പരല്ലേ, നല്ല കുട്ടികളാണ്. അതെ. മിഷേലിന്റെ മുഖത്തും ഒരു പുഞ്ചിരി ഉണ്ടായി. ആ സന്തോഷത്തോടെ അവൾ വീണ്ടും അവളുടെ കഥ എഴുതാൻ തുടങ്ങി. ആരെയും പിടിച്ചിരുത്തുന്ന പ്രണയത്തിന്റെ വർണ്ണങ്ങൾ അവളുടെ വിരൽത്തുമ്പിൽ വിരിഞ്ഞു. നായകനും നായികയുമായി അവളുടെ മുന്നിലപ്പോൾ കെട്ടിയാടിയത് ജൂഹിയും അവളുടെ പാണ്ടിക്കരടിയുമായിരുന്നു. തുടരും. അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.